Hi students, welcome back. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ് എന്നിവയെ കുറിച്ചാണ്. ഓക്കെ, ഡിസ്റ്റൻസ് എന്താണെന്ന് നമ്മൾ കണ്ടു. ടോട്ടൽ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽ ബൈ ആൻ ഒബ്ജക്റ്റ് ആണ്. അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഇനി അതിന്റെ വാല്യൂസ് എപ്പോഴും എന്താവുള്ളൂ? പോസിറ്റീവ് വാല്യൂസേ പോസിബിൾ ആവുള്ളൂ എന്നുള്ള കേസ് എല്ലാം നമ്മൾ പറഞ്ഞു. എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞതാണ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ്, അല്ലെ? ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതായിരിക്കും അതിന്റെ എന്തെന്ന് പറയാ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. അതുകൊണ്ട് അതിന്റെ വാല്യൂസ് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, സീറോ ആവാം എന്നുള്ള കേസൊക്കെ പഠിച്ചു. ഓക്കെ, ഇന്ന് നമുക്ക് രണ്ട് പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്, അല്ലെ, ഒന്നും ചെയ്തു നോക്കാം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമ്മളൊരു ബോഡി കൺസിഡർ ചെയ്യാണ്. എ ബോഡി ട്രാവൽസ് ഫ്രം എ ടു ബി അലോങ് ദിസ് പാത്ത്. ഓക്കെ, ഈ പാത്തിൽ കൂടെ ബോഡി എന്ത് ചെയ്യാണ്? എയിൽ നിന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്യാണ്. ഓക്കെ, എ എന്ന് പറയുന്ന, അല്ലെ, എയിൽ നിന്ന് ട്രാവൽ ചെയ്ത് സിയിലെത്തി. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്. അഗെയിൻ സിയിൽ നിന്ന് ഡിയിലേക്ക് ട്രാവൽ ചെയ്തു. ഡിയിലേക്ക് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്. അഗെയിൻ ഡി ടു ബി ട്രാവൽ ചെയ്തു. ഡി ടു ബി എന്ന് പറയുന്നത് 4 മീറ്റർ ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, 4 മീറ്റർ ആണ്. ഈ കേസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. Then find out the distance and displacement. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഡിസ്റ്റൻസ് എന്താന്നുള്ളത്. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു, അല്ലെ, ഡിസ്റ്റൻസ് ഈക്വൽ ടു ടോട്ടൽ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽ ബൈ ആൻ ഒബ്ജക്റ്റ് ആണ്. ടോട്ടൽ ലെങ്ത് ആണ്. അപ്പൊ 4 മീറ്റർ പ്ലസ് 6 മീറ്റർ പ്ലസ് 4 മീറ്റർ എന്നെടുക്കാം, അല്ലെ? അപ്പൊ 4 മീറ്റർ പ്ലസ് 6 മീറ്റർ പ്ലസ് 4 മീറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയായിട്ട് എഴുതാം? 14 മീറ്റർ എന്ന് എഴുതാം. അപ്പൊ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 14 മീറ്റർ എന്ന് എഴുതി. ക്ലിയർ ആണല്ലോ? ഇനി ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് എയിൽ നിന്ന് ബിയിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, അല്ലെ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഒരു ലൈൻ വരച്ചു. അപ്പൊ ഈ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ലെങ്ത് ആണ് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഈ സ്ട്രെയിറ്റ് ലൈൻ ആണ് എന്തെന്ന് പറയാ, അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ? ഇനി ആ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഇവിടെ, അല്ലെ, ഡി ബി എന്ന് പറയുന്ന സൈഡ് എത്രയാണ്? 4 മീറ്റർ ആണെന്ന് അറിയാം. അപ്പൊ ആ ഡി ബി എന്ന് പറയുന്ന സൈഡിന് പാരലൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അത് ഇവിടെ ഒരു ലൈൻ വരച്ചു. ഓക്കെ, അപ്പോ ആ പോയിന്റ് നമുക്ക് ഇവിടെ ബി ഡാഷ് എന്ന് മാർക്ക് ചെയ്യാം. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 4 മീറ്റർ ആണ്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്ത് ചെയ്യാം? സി ഡി എന്ന് പറയുന്ന ലെങ്ത് 6 മീറ്റർ ആണ്. 6 മീറ്ററിന് പാരലൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? താഴെ ഒരു ലൈൻ വരയ്ക്കാം. ആണല്ലോ? അത് എത്രയാണ്? 6 മീറ്റർ. ഓക്കെ, ഇപ്പൊ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി. ആ ട്രയാങ്കിളിനെ ഞാനൊന്ന് ഷെയ്ഡ് ചെയ്യാണ്, അല്ലെ? ഒരു വലിയ ട്രയാങ്കിൾ ആണ് കിട്ടിയിരിക്കുന്നത്. ആ ട്രയാങ്കിളില് എയും ബിയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എ ബി എന്ന് പറയുന്നത് ആ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ന്യൂസ് ആയിട്ടാണ് വരിക. ഓക്കെ ആണല്ലോ? ഓക്കെ, ഹൈപ്പോട്ന്യൂസ് ഓഫ് ദിസ് ട്രയാങ്കിൾ. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ന്യൂസ് ആണ് എ ബി എന്ന് പറയാം. അപ്പൊ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? യൂസിങ് പൈതഗോറസ് തിയറം, അല്ലെ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. പൈതഗോറസ് തിയറം അനുസരിച്ച് ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു, അല്ലെ, ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ആണല്ലോ? ബേസ് എന്ന് പറയുമ്പോൾ ഇതാണല്ലോ വന്നിരിക്കുന്ന ബേസ്, അല്ലെ? 6 മീറ്റർ. അപ്പോ 6 സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എ ടു ബി ഡാഷ് ആണ്, അല്ലെ? അപ്പൊ 4 മീറ്റർ പ്ലസ് 4 മീറ്റർ ദാറ്റ് ഇസ് ഈക്വൽ ടു 8 മീറ്റർ ആണ് ഓൾട്ടിറ്റ്യൂഡ്. അപ്പൊ 8 സ്ക്വയർ, അല്ലെ? 6 സ്ക്വയർ ഇസ് ഈക്വൽ ടു 36.
8 സ്ക്വയർ ഇസ് ഈക്വൽ ടു 64 ആണല്ലോ. അപ്പോ h സ്ക്വയർ ഇസ് ഈക്വൽ ടു 36 പ്ലസ് 64 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തായിട്ട് എഴുതാം 100 എന്ന് എഴുതാം. അപ്പൊ h സ്ക്വയർ ഇസ് ഈക്വൽ ടു 100. then h is equal to എത്രയായിട്ട് വരും h is equal to root of 100. root of 100 is equal to 10. ഓക്കെ, അപ്പൊ h ന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഹൈറ്റ് is equal to എത്രയാണ് 10 ആണ്. 10 മീറ്റർ അല്ലെ, 10 മീറ്റർ ആണ്. ഈ 10 മീറ്റർ ആണ് അവിടുത്തെ എന്തെന്ന് പറയാ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതി ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു 10 മീറ്റർ എന്ന് നമുക്ക് കിട്ടി. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോ എങ്ങനെയാണ് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചത്, എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിച്ചത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്കൊരു സർക്കുലർ പോർഷൻ എടുക്കാം അല്ലെ. സർക്കുലർ ആയിട്ടുള്ള കേസ് എടുത്തു. എ ബോഡി ട്രാവൽസ് ഫ്രം എയിൽ നിന്ന് ട്രാവൽ ചെയ്തു ആൻഡ് റീച്ച് ബി എന്ന് പറയുന്ന പോയിന്റിലെത്തി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഡിസ്റ്റൻസ് എന്താണ്, അതുപോലെ തന്നെ നമുക്ക് അറിയേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും നമ്മൾ കണ്ടുപിടിക്കണം. എവിടെ നിന്ന് എവിടം വരെയാണ് ബോഡി ട്രാവൽ ചെയ്തിരിക്കുന്നത്, എയിൽ നിന്ന് ബിയിലേക്ക്. ഓക്കെ, എയിൽ നിന്ന് ഈ പാത്ത് വഴി ബോഡി ട്രാവൽ ചെയ്ത് ബിയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ് എന്ന് പറയുന്നത് സർക്കംഫറൻസിലൂടെയാണ് പോന്നിരിക്കുന്നത്. ഫുൾ പോർഷൻ ഉണ്ടോ, സർക്കിളിന്റെ ഫുൾ പോർഷൻ ഇല്ല, പകുതിയേ ഉള്ളൂ. അപ്പൊ എന്ത് വരും, ഹാഫ് ഓഫ് ദ സർക്കിൾ ആണ് ട്രാവൽ ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഹാഫ് ഓഫ് ദ സർക്കിൾ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എടുക്കാം, ഹാഫ് ഓഫ് ദി സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ. സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ, ടോട്ടൽ സർക്കംഫറൻസ് എത്രയാണ് അല്ലെ, സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത് 2πr ആണ്. ആ 2πrന്റെ പകുതി ദൂരം അല്ലേ ട്രാവൽ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എഴുതാം 2πr ഡിവൈഡഡ് ബൈ 2 അല്ലെ. ഹാഫ് ഓഫ് 2πr, 2πrന്റെ പകുതി. 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു, ബാക്കി എത്ര വരികയാണ് പൈ ഇൻറ്റു r. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ് പൈ r എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ പറയാം, ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു ബോഡി ട്രാവൽസ് ഫ്രം എ ടു ബി ആണ്. ഡിസ്പ്ലേസ്മെന്റ് പറയുമ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് അതിന്റെ എന്താണ് ഡയമീറ്റർ ആണ്. അപ്പൊ ഡയമീറ്റർ ആവുമ്പോൾ നമുക്ക് ഇത് റേഡിയസ് എടുക്കാം, ഇവിടെ റേഡിയസ് എടുക്കാം അല്ലെ. റേഡിയസ് ആണെങ്കിൽ r എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഡയമീറ്റർ എത്രയായിട്ട് വരും 2r എന്ന് പറയും. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു എത്ര കിട്ടി 2r. ഓക്കെ ആണല്ലോ. അപ്പൊ ഡിസ്റ്റൻസ് എന്താണെന്ന് കിട്ടി, അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്കൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ എ ബോഡി ട്രാവൽസ് ഫ്രം എ ടു ബി അലോങ് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ, ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ അല്ലെ, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും നമുക്ക് കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് എത്രയാണ്, അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ബി വരെ അല്ലെ 1/4 ഓഫ് ദ സർക്കിൾ ആണ്. സർക്കിളിന്റെ 1/4 പോർഷനിലാണ് ട്രാവൽ ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ടോട്ടൽ സർക്കംഫറൻസിന്റെ എത്രയായിട്ട് വരും 1/4 റീജിയനെ എന്ത് ചെയ്യുള്ളൂ ബോഡി ട്രാവൽ ചെയ്തിരിക്കുന്നത് ആണല്ലോ. അപ്പൊ 1/4 ആണ്, 1/4 ഓഫ് ദി സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ. സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത് 2πr അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം, 2 4ലേക്ക് ക്യാൻസൽ ചെയ്ത് 2 ആയിട്ട് എടുത്തു. അപ്പൊ എത്രയായിട്ട് വന്നു പൈ r ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി. ഓക്കെ, അപ്പോ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എത്രയായിട്ടാണ് വന്നിരിക്കുന്നത് പൈ r ഡിവൈഡഡ് ബൈ 2. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ എഴുതാൻ പറ്റും, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് അല്ലെ. എയിൽ നിന്ന് ബിയിലേക്ക് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈനെയാണ് നമ്മൾ എന്തെന്ന് പറയാം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. നമുക്കറിയാം ഇത് റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ് അല്ലെ. അപ്പോ ഇതെന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഫോർമേഷൻ ആണല്ലോ. ഓക്കെ, ആ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് എന്തെന്ന് പറയാ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, പൈതഗോറസ് തിയറം അല്ലെ. അപ്പൊ പൈതഗോറസ് തിയറം അനുസരിച്ച് എങ്ങനെ എഴുതും, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു
ബേസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ആർ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, ഓൾട്ടിറ്റ്യൂഡ്സ് എത്രയാണ് 6 തന്നെയാണ്, അപ്പൊ ആർ സ്ക്വയർ, അപ്പൊ 2r സ്ക്വയർ. Then h square is equal to 2r square ആണെങ്കിൽ h is equal to എത്ര വരും, √2 into r. ഓക്കെ, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ വന്നിരിക്കുന്നത്, ഡിസ്പ്ലേസ്മെന്റ് is equal to √2r. ഓക്കെ, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കിട്ടി √2r ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, സർക്കുലർ മോഷനിൽ തന്നെ എ ബോഡി ട്രാവൽസ് ഫ്രം എ ടു സി along the path ABC. ഇവിടെ ഒരു ബി ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, എ ബി സി എന്ന് പറയുന്ന ഈ പാത്തിൽ കൂടെ ട്രാവൽ ചെയ്ത് എവിടെ എത്തി, സിയിലെത്തി. എയിൽ നിന്ന് സിയിലേക്ക് ഈ പാത്തിൽ കൂടെയാണ് ട്രാവൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് ചോദിക്കാം അല്ലെ. എ ടു സി എന്ന് പറയുമ്പോൾ നമുക്കിത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് എത്ര വരും, എയിൽ നിന്ന് ഈ പാത്താണ്, അപ്പൊ എത്ര വരും, 3/4 ഓഫ് ദ സർക്കിൾ അല്ലെ, മുക്കാ ഭാഗമുണ്ട്, സർക്കിളിന്റെ മുക്കാ ഭാഗമുണ്ട് അല്ലെ. അപ്പൊ ഡിസ്റ്റൻസ് എങ്ങനെ എഴുതാം, ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു മുക്കാ ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, 3/4 ഓഫ് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ അല്ലെ. സർക്കംഫറൻസിന്റെ എത്ര വരും, 3/4 ആണ്. ഓക്കെ, അപ്പൊ എത്രയായിട്ടാ വരിക, 3/4 ഓഫ് 2πr. അപ്പൊ എത്ര വന്നു, 2 4ലേക്ക് ക്യാൻസൽ ചെയ്തു, അപ്പൊ എത്രയായിട്ട് വന്നു, 3πr ഡിവൈഡഡ് ബൈ 2. 3πr ഡിവൈഡഡ് ബൈ 2. ഇതാണ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ വരും, ഡിസ്പ്ലേസ്മെന്റ് എടുക്കണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പൊ എയിൽ നിന്ന് സിയിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്. അപ്പൊ ഇത് റേഡിയസ് r ആണ്, ഇവിടെ റേഡിയസ് r ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്തായിട്ട് വരും അല്ലെ, നമ്മൾ ഈ കേസിൽ കണ്ടുപിടിച്ച പോലെ തന്നെയാണ് അല്ലെ. റേഡിയസ് r എന്ന് വെച്ചാൽ ഓൾട്ടിറ്റ്യൂഡ് r ആണ്, ബേസ് r ആണ്. അപ്പൊ ഹൈപ്പോന്യൂസ് എന്ത് തന്നെയായിട്ട് വരും, √2r. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഏതായിട്ട് എഴുതാം, ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു √2r. ഓക്കെ, ഈ വാല്യൂ ആണ്, ഈ വാല്യൂ എന്തായിട്ട് വന്നിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അങ്ങനെ ഓരോ കേസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത വരുന്നത് നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന കേസ് ഇങ്ങനെയാണ്. എ ബോഡി ട്രാവൽസ് അലോങ് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ takes 30 seconds to come back to the initial state. Okay, 30 seconds കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ബോഡി സർക്കിളിന്റെ സർക്കംഫറൻസിലൂടെ കടന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ബാക്ക് അല്ലെ, എ എന്ന് പറയുന്ന പോയിന്റിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ എയിൽ തന്നെ തിരിച്ച് എത്തുന്നുണ്ട്. ഓക്കെ, എ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം എ ആൻഡ് റീച്ച് ബാക്ക് ടു ദ പോയിന്റ് എ അല്ലെ. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിൽ തന്നെ തിരിച്ചെത്തുന്നു. എത്ര സെക്കൻഡിൽ, 30 സെക്കൻഡ്സിൽ തിരിച്ചെത്തുന്നുണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. Then find out the distance and displacement after 45 seconds. 45 സെക്കൻഡ്സിന് ശേഷം അതിന്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാം. ഓക്കെ, 30 സെക്കൻഡ്സിൽ എത്രയായിട്ട് അല്ലെ, നമുക്ക് ഈ 45നെ ഈ 30 എന്നുള്ള രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്താൽ 30 + 15 ആണ് എന്ന് പറയാം 45. അപ്പൊ 30 സെക്കൻഡ്സിൽ എത്ര വരും, എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിൽ തന്നെ തിരിച്ചെത്താണ്. അപ്പൊ ഡിസ്റ്റൻസ് അവിടെ എത്രയായിട്ട് എഴുതാം, ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു അല്ലെ, ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 2πr ആണല്ലോ. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിൽ തന്നെ തിരിച്ചെത്തി എത്ര, ഈ 30 സെക്കൻഡ്സിൽ. അപ്പൊ 2πr പ്ലസ് ഇനി ഈ 15 സെക്കൻഡ്സിൽ എവിടെ വരെ ഉണ്ട് അല്ലെ, 30 സെക്കൻഡ്സിൽ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അടുത്ത 15 സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ 30യുടെ പകുതിയാണ്. അപ്പൊ 15 സെക്കൻഡ്സിലെ ബോഡി എവിടെ എത്തിയിട്ടുണ്ട്, ബി എന്ന് പറയുന്ന പോയിന്റിൽ എത്തിയിട്ടുണ്ട് ആണല്ലോ. അങ്ങനെയാവുമ്പോ എത്ര വരും, ഡിസ്റ്റൻസ് എത്ര വരും, ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു അല്ലെ ഹാഫ് ഓഫ് ദ സർക്കംഫറൻസ് അല്ലെ, പകുതി, ഫുൾ സർക്കംഫറൻസിന്റെ അല്ലെങ്കിൽ അല്ലെ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിളിന്റെ പകുതിയാണ് ബോഡി എത്തിയിരിക്കുന്നത് അടുത്ത 15 സെക്കൻഡ്സിൽ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ഹാഫ് ഓഫ് 2πr. ഓക്കെ, 2 ക്യാൻസൽ ചെയ്തു. അപ്പൊ 2πr + πr ഇസ് ഈക്വൽ ടു നമുക്ക് എത്രയായിട്ട് എഴുതാം, 3πr എന്ന് എഴുതാം. അപ്പൊ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എത്രയായിട്ട് വന്നു, 3πr.
ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 30 സെക്കൻഡ്സിൽ ഇനി എങ്ങനെ വരിക, എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എയിൽ തന്നെ എത്തി. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 0. അപ്പൊ ആദ്യത്തെ 30 സെക്കൻഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയാം. പ്ലസ് അടുത്ത 15 സെക്കൻഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാം. ഈ ഡിസ്റ്റൻസ് r ആണ്, ഈ ഡിസ്റ്റൻസ് r ആണ്. അപ്പൊ എത്രയായിട്ട് വരും? 2r. r plus r is equal to 2r. ഓക്കെ, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു 2r എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോ ഡിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് വീണ്ടും നമ്മളോട് പറയാണ് എ ബോഡി ട്രാവൽസ് ഫ്രം, ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി ചെയ്യാം. എ ബോഡി ട്രാവൽസ് ഫ്രം എ ടു അല്ലെ ഫ്രം എ and reach back to the same point. ഓക്കെ, എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിൽ തന്നെ തിരിച്ചെത്തി എന്ന് പറയാണ്. വിത്തിൻ 60 സെക്കൻഡ്സിൽ അതെന്ത് ചെയ്തു? ബോഡി ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ പോയിന്റിൽ തന്നെ തിരിച്ചെത്തി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി when it is in 75 സെക്കൻഡ്സ് ആകുമ്പോ എവിടെ എത്തി എന്നുള്ള കേസാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പറയാം എത്ര വരും? 90 സെക്കൻഡ്സ് ആവുമ്പോ എവിടെ എത്താം? 90 സെക്കൻഡ്സ് ആവുമ്പോ എവിടെ എത്തി? 60 സെക്കൻഡ്സിൽ റീച്ച് ബാക്ക് ടു ദ ഒറിജിനൽ പൊസിഷൻ ആണ് അല്ലെ, എയിൽ നിന്ന് തുടങ്ങി എയിൽ തന്നെ തിരിച്ചെത്തി. അങ്ങനെയാണെങ്കിൽ 75 സെക്കൻഡ്സ് ആവുമ്പോ എവിടെ എത്തി? അല്ലെങ്കിൽ 90 സെക്കൻഡ്സ് ആവുമ്പോ എവിടെ എത്തി? അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? 105 സെക്കൻഡ്സിൽ അത് എവിടെയാണ് എന്നുള്ള കേസൊക്കെയാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കേസ് ഒന്ന് നോക്കാം. നമുക്ക് ആദ്യം 75 ആണ് എടുക്കേണ്ടത്. 75നെ നമ്മൾ എന്ത് ചെയ്തു? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ് അല്ലെ, 60യെ ബേസ് ചെയ്തിട്ട്. 60 പ്ലസ് എത്രയായിട്ട് എഴുതാണ്? 15. ഓക്കെ, 60 സെക്കൻഡ്സ് കൊണ്ട് അപ്പൊ ഡിസ്റ്റൻസ് എടുക്കാം. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു അല്ലെ, ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 60 സെക്കൻഡ്സ് കൊണ്ട് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിൽ തന്നെ തിരിച്ചെത്തി. അപ്പൊ അവിടുത്തെ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എത്ര എഴുതാം? 2πr. ഓക്കെ, പ്ലസ് ഡിസ്പ്ലേ അല്ലെ. ഇനി അത് കഴിഞ്ഞിട്ട് എത്ര വരും? 15 സെക്കൻഡിൽ എത്രയാണ് എന്നുള്ളത് നോക്കണം. ഡിസ്റ്റൻസ് തന്നെ. ഓക്കെ, 15 സെക്കൻഡ്സ് എന്ന് പറയുമ്പോ എത്ര വരും? 30 സെക്കൻഡ്സിൽ പകുതി എത്താം അല്ലെ. 60യുടെ പകുതി 30 ആണ്. അപ്പൊ 30 സെക്കൻഡ്സിൽ പകുതി ആണെങ്കിൽ 15 സെക്കൻഡ്സിൽ എത്രയുള്ളൂ? 1/4 അല്ലേ എത്തുള്ളൂ, ഇവിടം വരെ അല്ലേ എത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടം വരെ എത്തുമ്പോ നമുക്ക് ഇങ്ങനെ വരയ്ക്കാലോ അല്ലെ. 1/4 ഓഫ് ദ 15 സെക്കൻഡ്സിൽ എവിടെ എത്തിയിരിക്കുന്നത്? 1/4 ഓഫ് ദ സർക്കിളിലാണ് എത്തിയിട്ടുള്ളത്. ഓക്കെ, ടോട്ടൽ 60 സെക്കൻഡ്സ് ആണ്. 60യുടെ പകുതി സെക്കൻഡ് ആവുമ്പോ എവിടെ എത്തും? ഹാഫ് ഓഫ് ദ സർക്കിളിൽ എത്തും. അപ്പൊ 30 സെക്കൻഡ്സ് ഇല്ല, ഇനി എത്ര സെക്കൻഡ്സേ ഉള്ളൂ? 15 സെക്കൻഡ്സേ ഉള്ളൂ. 15 സെക്കൻഡ്സ് എന്ന് പറയുന്ന ഈ ഹാഫിന്റെയും പകുതി എന്ന് പറയുന്നത് ക്വാർട്ടർ പോർഷനിലല്ലേ വന്നിരിക്കുന്നത് അല്ലെ, 1/4 പോർഷനിലാണ്. അപ്പൊ ഇവിടെ എത്തിയിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ എത്തിയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അവിടെ ഡിസ്റ്റൻസ് എത്രയായിട്ട് എടുക്കാം? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 1/4 ഓഫ് ദ ഫുൾ സർക്കിൾ അല്ലെ. അപ്പൊ 1/4 ഓഫ് 2πr. അപ്പൊ ഈ 2 ഇങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് 2 വന്നു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2πr പ്ലസ് πr ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ നിന്ന് എത്ര എഴുതാം? 2 അല്ലെ. ഒന്ന് കോമൺ ഡിനോമിനേറ്റർ എടുത്തു. കോമൺ ഡിനോമിനേറ്റർ എടുക്കാനായിട്ട് അല്ലെ ഇൻറ്റു 2 മേളിലും 2 ചെയ്തു. അപ്പൊ എത്ര വന്നു? 4πr പ്ലസ് πr ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഡിനോമിനേറ്റർ കോമൺ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേളിലും താഴെയും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 2 × 2 4 വന്നു. 4πr പ്ലസ് πr ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയായിട്ട് വരും? 5πr ഡിവൈഡഡ് ബൈ 2. ഇതാണ് എന്തെന്ന് പറയാം? ഡിസ്റ്റൻസ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ എടുക്കാൻ പറ്റും? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഓൾറെഡി നമ്മൾ കണ്ടതാണ്. എയിൽ നിന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്തിരിക്കുന്നത് എത്രയായിട്ട് വരും? ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു, ഇവിടെ റേഡിയസ് r ആണ്, ഇവിടെ റേഡിയസ് r ആണെങ്കിൽ ഇത് എത്ര വരും? ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു അല്ലെ, ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു √2r. ഓക്കെ,
അപ്പൊ ഡിസ്റ്റൻസ് ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് നന്നായിട്ട് അറിഞ്ഞിരിക്കുക അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. 6 ആണെങ്കിൽ അവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തു. ട്രയാങ്കിളിന്റെ അല്ലെ ഹൈപ്പോണിയസ് എന്ന് പറയുന്നത് √2r ആണ്. ഓക്കെ ആണല്ലോ അല്ലെ. നെക്സ്റ്റ് വരുന്നത് 90 സെക്കൻഡ്സ് ആണ്. അപ്പൊ 90 സെക്കൻഡ്സിനെ നമുക്ക് എന്ത് ചെയ്യാം? 90 സെക്കൻഡ്സ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം? 60 + 30 ആണ് അല്ലെ. 60 + 30 ആണ്. അപ്പൊ 60 വരുന്നതുകൊണ്ട് നമുക്ക് ആദ്യത്തെ പോർഷൻ നമുക്ക് കളയേണ്ട കാര്യമില്ല. ഓക്കെ, 60 എന്ന് പറയുന്ന അത്രയും സെക്കൻഡ്സ് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബോഡി കംപ്ലീറ്റ്സ് ഇറ്റ്സ് 1 സർക്കുലർ മോഷൻ അല്ലെ. ഒരു ബോഡി എന്ത് ചെയ്യാണ്? അതിന്റെ കംപ്ലീറ്റ് സർക്കുലർ മോഷൻ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിൽ തന്നെ തിരിച്ചെത്തുന്നു. അപ്പൊ നമുക്ക് എന്ത് പറയാം? 2πr. 60 സെക്കൻഡ്സ് കൊണ്ട് 2πr. ഇനി 30 സെക്കൻഡ്സ് കൊണ്ട്, 30 സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ 60യുടെ പകുതിയാണ്. ആ പകുതി സെക്കൻഡ്സ് കൊണ്ട് എവിടെ എത്തുന്നുള്ളൂ? ഈ പോയിന്റിലെ അല്ലെ, ബി എന്ന് പറയുന്ന പോയിന്റിലെ എത്തുന്നുള്ളൂ. അപ്പൊ ഇത് എത്ര വരും? ഹാഫ് ഓഫ് ദ സെമി അല്ലെ, ഹാഫ് ഓഫ് ദ സർക്കിൾ അല്ലേ വരിക എന്ന് പറഞ്ഞാൽ സെമി സർക്കിൾ ആണ്. ഹാഫ് ഓഫ് ദ സർക്കിൾ ആണ് വരിക. അപ്പൊ ഹാഫ് ഓഫ് 2πr. അവിടെ നമുക്ക് 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്യാം. 2πr + πr = നമുക്ക് എത്രയായിട്ട് പറയാം? 3πr എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കേസിലെ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, നേരെ സ്ട്രേറ്റ് ഡിസ്റ്റൻസ് വരയ്ക്കുക. ഇവിടെ റേഡിയസ് r ആണ്, ഇവിടെ റേഡിയസ് r ആണ്. ദാറ്റ്സ് ഈക്വൽ ടു എത്രയായിട്ട് എടുക്കാം? 2r. ഓക്കെ, അപ്പൊ ഡിസ്പ്ലേസ്മെന്റും കണ്ടു, ഡിസ്റ്റൻസും കണ്ടു. ഏത് സെക്കൻഡ്സില്? 90 സെക്കൻഡ്സില്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇനി അടുത്ത എത്രയാണ്? 105 സെക്കൻഡ്സിൽ എത്രയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ 105 സെക്കൻഡ്സിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്തു. 105നെ 60 സെക്കൻഡ്സിന്റെ ടേംസിൽ എഴുതി. 105 സെക്കൻഡ്സ് = 60 സെക്കൻഡ്സ് + 45 സെക്കൻഡ്സ് എന്ന് എഴുതാം അല്ലെ. 60 + 45 = 105 എന്നുള്ള രീതിയിലാക്കി. അപ്പൊ നമുക്ക് അറിയാവുന്ന കേസാണ് 60 സെക്കൻഡ്സില് ബോഡി എവിടെ നിന്ന് എവിടെ വരെ ട്രാവൽ ചെയ്യും? എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ എവിടെ തന്നെ എത്തി? എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എയിൽ തന്നെ എത്തി. ആദ്യത്തെ 60 സെക്കൻഡ്സ് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് = എത്ര എഴുതാം? 2πr എന്ന് എഴുതാം. ഇനി 45 സെക്കൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എത്തും അല്ലെ? നമുക്ക് 45നെ 15 സെക്കൻഡ്സ് ആവുമ്പോഴത്തേക്കും എവിടെ എത്തി? ക്വാർട്ടർ പോർഷനിലാണ്. 30 സെക്കൻഡ്സ് ആവുമ്പോൾ അത് എവിടെ എത്തുന്നത് അല്ലെ? ഹാഫ് പോർഷനിലെത്തി. ഇനി അടുത്ത 45 സെക്കൻഡ്സ് ആവുമ്പോൾ എവിടെ എത്തും? 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13നോട് കൂടി വീണ്ടും 15 ആഡ് ചെയ്യല്ലേ. അപ്പൊ അത് എത്രയും മുക്കാ പോർഷനിലെത്തി അല്ലെ. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/4 ഓഫ് ദ പോർഷനിലാണ് എത്തുക ബോഡി എത്തുക. ഓക്കെ, 60 + 45 ആണ്. 30 സെക്കൻഡ്സിൽ എവിടെ എത്തുന്നുണ്ട്? ബോഡി ജസ്റ്റ് ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ എത്തി, ജസ്റ്റ് ഹാഫിലെത്തി. ഇനി അടുത്ത 15 സെക്കൻഡ്സ് കൊണ്ട് ഇവിടെ വരെ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 15 സെക്കൻഡ്സ് കൊണ്ട് ഇവിടെ വരെ ട്രാവൽ ചെയ്തു. ഇവിടെ നോക്കുവാണെങ്കിൽ എയിൽ നിന്ന് 15 സെക്കൻഡ്സ് എത്തുമ്പോൾ ഇവിടെ എത്തി. വീണ്ടും 50 സെക്കൻഡ്സ് വരുമ്പോൾ ഹാഫ് സർക്കിളിൽ വരും. വീണ്ടും 50 സെക്കൻഡ്സ് വരുമ്പോൾ മുക്കാ സർക്കിളിൽ വരും അല്ലെ. അപ്പൊ എത്രയായിട്ടാ വന്നിരിക്കുന്നത്? നമുക്ക് 3/4 ഓഫ് ദ ഫുൾ സർക്കിളിലാണ് എത്തിയിരിക്കുന്നത് അല്ലെ. 3/4 ഓഫ് ഫുൾ സർക്കിൾ. അപ്പൊ 2 ഇങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് 2 എന്ന് വന്നു. അപ്പൊ നമുക്കൊന്ന് നോട്ട് ചെയ്യാം. എത്ര വരും? 2πr + 3/2πr അല്ലെ. 3/2πr എന്ന് വരും. അപ്പൊ കോമൺ ഡിനോമിനേറ്റർ ഒക്കെ ആക്കിയിട്ട് ഡിസ്റ്റൻസ് ഒന്ന് കണ്ടുപിടിക്കാം അല്ലെ. ഡിസ്റ്റൻസ് = കോമൺ ഡിനോമിനേറ്റർ ആക്കാൻ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് 2 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പൊ എത്രയായിട്ട് വന്നു? 4πr / 2 + 3πr / 2 എന്ന് കിട്ടി. ദാറ്റ്സ് ഈക്വൽ ടു 7πr / 2. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? ഡിസ്റ്റൻസ് = 7πr / 2 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഡിസ്പ്ലേസ്മെന്റോ അല്ലെ. എയിൽ നിന്ന് ട്രാവൽ ചെയ്തിപ്പോ ഈ പോയിന്റിലാണ് എത്തിയിരിക്കുന്നതെങ്കിൽ ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പൊ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഹൈപ്പോന്യൂസ് ആണ്. ഹൈപ്പോന്യൂസ് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം അല്ലെ? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തു. ഇത് 6 ഇത് 6 ആണെങ്കിൽ ഇത് എത്ര വരും? √2r ആണ്. നമ്മൾ ഓൾറെഡി അല്ലെ പല പ്രാവശ്യങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഓരോ കേസിലും ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ള കേസ് നന്നായി അറിഞ്ഞിരിക്കുക.
ഇതെല്ലാം ചെയ്തത് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റിനെ അല്ലെ ഒന്ന് തറോ ആവാൻ വേണ്ടിയിട്ടാണ്. Okay, I think this topic is clear for you. If you like this video, please subscribe and enable the bell button. Thank you.